السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه أجمعين. الله سبحانه وتعالى നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നാം ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു പുതുവർഷ പുലരിയുടെ നിറവിലാണ് നാം ഉള്ളത്. 2026 നാം പാദം ഊന്നിയിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുതുമയുള്ളതാണ്, ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, സൂര്യൻ ഉദിക്കുന്ന എല്ലാ ഓരോ ദിവസവും നമ്മോട് ഇപ്രകാരം വിളിച്ചു പറയുമെന്നാണ്: യബ്ന ആദം, ഏ മനുഷ്യപുത്ര, ആദമിന്റെ മകനെ, അന യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്. അതുകൊണ്ട് എന്നെ നീ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. കാരണം ഇന്നത്തെ അസ്തമയത്തോടുകൂടി ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്കെന്നെ കണ്ടുമുട്ടാൻ കഴിയില്ല എന്ന് ഓരോ ദിവസവും വിളിച്ചു പറയുമെന്ന് മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, എനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കുന്നത് അല്ലാഹു എനിക്ക് ഒരു ദിവസം നൽകിയിട്ട് ആ ദിനം വിട പറയുമ്പോൾ കാര്യമായി നന്മകളൊന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അന്ന് എനിക്ക് വളരെയേറെ പ്രയാസം നിറഞ്ഞതായിരിക്കുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയുണ്ടായി. അതുകൊണ്ട് ജീവിതത്തെ നന്മകൾ കൊണ്ട് അലങ്കരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അഞ്ച് അവസ്ഥകൾ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് 5 അവസ്ഥകളെ പ്രയോജനപ്പെടുത്തുക. ഒന്ന്, ശബാബക ഖബല ഹർമിക, നിനക്ക് വാർദ്ധക്യം പിടിപെടുന്നതിന് മുമ്പ് യുവത സമയത്തെ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തത്, വസിഹതക ഖബല സഖമിക, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുക. വഗിനാക ഖബല ഫഖരിക, ജീവിതത്തിൽ ദാരിദ്ര്യവും ഞെരുക്കവും അനുഭവപ്പെടുന്നതിന് മുമ്പ് സമ്പൽ സമൃദ്ധിയെ പ്രയോജനപ്പെടുത്തണം. വഫറാഗക ഖബല ശുഗ്ലിക, ജീവിതത്തിൽ തിരക്കുകൾ വരുന്നതിന് മുമ്പ് ഒഴിവ് സമയങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തുക. വഹയാതക ഖബല മൗതിക, മരണത്തിന് മുമ്പ് ജീവിതത്തെയും പ്രയോജനപ്പെടുത്തുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ വിലപ്പെട്ട ഉപദേശമാണ്. നാം ചിന്തിക്കേണ്ടത് ഇതിൽ എത്ര കാര്യങ്ങൾ നമ്മെ പിടികൂടി എന്നുള്ളതാണ്. ഇതിൽ എത്ര ഞാൻ പ്രയോജനപ്പെടുത്തി, എത്ര അവസരങ്ങൾ നഷ്ടപ്പെടുത്തി, ഇനി ഇതിൽ എത്രയാണ് എനിക്ക് നിങ്ങൾക്കും ബാക്കിയുള്ളത് എന്ന് നമ്മൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ടതാണ്. ഓരോ ദിവസങ്ങളും അത് സെക്കൻഡുകളായി, മിനിറ്റുകളായി, മണിക്കൂറുകളായി, മാസങ്ങളും വർഷങ്ങളുമായി തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ തീർന്നു പോകുന്നത് നമ്മുടെ ആയുസ്സാണ്, നമ്മുടെ ജീവിതമാണ്. അതുകൊണ്ട് നന്മകൾക്കായി നാം ഓരോ സെക്കൻഡുകളെയും പ്രയോജനപ്പെടുത്തുക. വർഷങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ലിമിഥിലിൽ ഒരു ഖബർ കാണിച്ചിട്ട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇതുപോലൊരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണേ എന്ന്. നമ്മൾ ഖബർ കാണാറുണ്ട്,
മയ്യത്തുകൾ കാണാറുണ്ട്. ചിന്തിക്കണം, ഇങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും ആത്മാർത്ഥമായി നന്മകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയും ഓരോ ദിവസത്തെയും നമ്മൾ പ്രയോജനപ്പെടുത്തുക. കരുണക്കടലായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.